ആവശ്യമുണ്ടപ്പോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതലും ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാനാണ് അവസരം കിട്ടുക. മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ആകെ പോണത് ഡോക്ടർ കൺസൾട്ടേഷനും സ്കാനിങ്ങിനൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് നമുക്ക് കൂടുതൽ അവസരം കിട്ടുന്നതും എളുപ്പവും അതുതന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ വാഷ്റൂമിൽ നിന്ന് ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ മുറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബ്രഷ് ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ എന്നല്ല, പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. ഒത്തിരി സ്ഥലമൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നടന്ന് ആസ്വദിച്ചാണ് ബ്രഷൊക്കെ ചെയ്യുക. എന്തായാലും ഇങ്ങനെ നടന്ന് ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് രാവിലത്തെ ബ്രഷ് ചെയ്യുന്ന പരിപാടിയും കഴിയും, നമുക്ക് കുറച്ചൊക്കെ നടക്കുകയും ചെയ്യാമല്ലോ. ഇങ്ങനെ നടന്ന് ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 5-10 മിനിറ്റിൽ കഴിയേണ്ട കാര്യങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് കഴിയുക. അമ്മ ഒരു തലക്കെന്ന് വിളിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ അതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. അത്ര പുലർച്ചെയൊന്നും എഴുന്നേൽക്കുന്ന ആളല്ല ഞാൻ. ഇപ്പോൾ പിന്നെ രാത്രി വലിയ ഉറക്കമില്ലാത്തത് കൊണ്ട് രാവിലെ എന്തായാലും ഒരു 9 മണിക്ക് ശേഷമാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞാണ് അമ്മ ഒരു തലക്കെന്ന് വിളിച്ചു തുടങ്ങുന്നത്. എന്നാലും രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ബ്രഷ് ചെയ്ത പാടൊന്നും ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഇനിയും എനിക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഇന്നലെ നൈറ്റ് ഇവിടെ നല്ല മഴയായിരുന്നു. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മഴ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിപാടി ഇനി ചെടികളൊക്കെ ഒന്ന് പോയി നോക്കുക എന്നുള്ളതാണ്. എന്നും രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കും. മഴ കൂടെ പെയ്തപ്പോൾ അത് പിന്നെ പറയണ്ട. കാരണം കാശിത്തുമ്പയും പോപ്പിയൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ചെടി ആയതുകൊണ്ട് തന്നെ അതുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയോന്നായിരുന്നു മഴ പെയ്യുമ്പോൾ തന്നെ എൻ്റെ ചിന്ത. വിചാരിച്ച പോലെ തന്നെ കാശിത്തുമ്പയൊക്കെ ഒന്ന് ഒടിഞ്ഞു മടങ്ങി വീണിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണൊക്കെ ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പൊക്കെ കുത്തി അതിനൊന്ന് സെക്യൂർ ആക്കി കൊടുക്കണം. വലിയ കട്ടിയില്ലാത്ത കമ്പായതുകൊണ്ട് തന്നെ എന്ത് തന്നെ കൂടുതൽ വെയിൽ വന്നാലും കൂടുതൽ മഴ വന്നാലും അത് പെട്ടെന്ന് ഇതുപോലെ ഡാമേജ് ആയി പോകും. കാശിത്തുമ്പയ്ക്ക് പറ്റിയ കാര്യം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴാണ് പോപ്പിയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. കാരണം പോപ്പിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാനും പാടാണ്. ഞാൻ അത്യാവശ്യം വേറെ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതും അമ്മ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പോപ്പീസൊക്കെ ആയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. എല്ലാ ചെടിയിലും ഇതുപോലെ മഴയുടെ വെള്ളത്തുള്ളികൾ നിൽപ്പുണ്ട്. പക്ഷെ പൂക്കൾക്കും ചെടികൾക്കൊന്നും വലിയ ഡാമേജ് പറ്റിയിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു. എല്ലാറ്റിലും നല്ല ഫ്ലവറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട്, കമ്പൊന്നും ഒടിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ പനിനീർ റോസയിലും അത്യാവശ്യം വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇന്നലെ തണുപ്പായതുകൊണ്ട് ഓരോരുത്തരിവിടെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. രാവിലെ കഴിക്കാനായിട്ട് ഓട്ടടയും ചമ്മന്തിയായിരുന്നു. അതുപോലെ തന്നെ കൂട്ടത്തിൽ കട്ടൻ ചായ ആയിരുന്നു. രാവിലെ എന്തോ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഞാൻ ദിവസത്തിൽ ഈ ഒരു തവണ മാത്രമേ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ. കാരണം അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ പെയ്യും മഴ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ പെയ്യും എന്നുള്ള രീതിക്ക് ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി നല്ല രീതിക്ക് കാറ്റും നല്ല രീതിക്ക് മഴക്കോളും ഒക്കെ ആയിട്ടുണ്ട്. ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വീതം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഒന്ന് നടക്കാലോ എന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് ഇതുപോലെ മഴക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് കയറിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴക്കാറൊക്കെ അങ്ങ് മാറി, പക്ഷെ ശക്തിയായിട്ട് അപ്പോഴും കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഹെയറിൽ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നടക്കാൻ ഇറങ്ങാമെന്ന്. അതാവുമ്പോൾ ഓയിൽ അങ്ങ് പിടിക്കുകയും ചെയ്യും, നടക്കുന്ന കാര്യവും ചെയ്യാം. പിന്നെ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടൈം കളയണ്ടല്ലോ. ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മുന്നെയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ചുമ്മാ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ആണെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഫോളും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നടക്കാൻ ഇറങ്ങുവാണെങ്കിൽ രണ്ട് കാര്യം ഒരുമിച്ച് കഴിയല്ലോ എന്ന് കരുതിയിട്ട് ഞാനിവിടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുന്നേ വരെ ഇപ്പോൾ പെയ്യും മഴ എന്നുള്ള രീതിക്ക് നല്ല മഴക്കോളും അതുപോലെ തന്നെ ഭയങ്കര കാറ്റും പേമാരി വരുന്നത് പോലെയായിരുന്നു അന്തരീക്ഷം. പെട്ടെന്ന് തന്നെ അതൊക്കെ മാറി ചെറിയ തോതിൽ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, ഇപ്പോൾ ഒരു മഴ പെയ്യുമെന്ന് വിചാരിച്ച് ആശ്വസിച്ചിരുന്നതാണ്. കാരണം നല്ല ചൂടാണിപ്പോൾ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷെ ആ മഴക്കോളൊക്കെ എങ്ങോട്ടാണ് പോയെന്ന് ഒരു ഐഡിയ ഇല്ലയെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇനി എന്തായാലും ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒന്ന് സെറ്റാകുമ്പോഴേക്കും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതും തലയിൽ അങ്ങ് സെറ്റാവും. അധിക ദൂരമൊന്നും ഇപ്പം ഞാൻ നടക്കില്ല, കാരണം കുളിയൊന്നും കഴിയാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ പുഴയുടെ അങ്ങ് അറ്റം വരെ നടക്കും. അത് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ.
കാരണം പുഴയുടെ അറ്റത്ത് വഴി ആയതുകൊണ്ട് തന്നെ, റോഡായതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടികളും ആളുകളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ കുളി കഴിയാതെ അങ്ങ് അറ്റം വരെ പോണത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് തന്നെ കുളി കഴിയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ കുറച്ച് പകുതി വരെ നടന്ന്, അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ നടക്കുമ്പോൾ അങ്ങ് അറ്റം വരെ നടക്കും. അരമണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ സാധാരണ നടക്കാറ്. ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പുറത്തെ വീട്ടിൽ മരം മുറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇത് എന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ടാണ് റൂബി അങ്ങനെ സ്റ്റാച്ചു കണക്കിരിക്കുന്നത്. ജൂലിക്ക് വലിയ കൂസലൊന്നുമില്ലായിരുന്നു. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം തറവാട്ടിലൊരു പൂജ ഉണ്ടായിരുന്നു. മുന്നേ ഞാൻ പൂജയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 7ാം പൂജ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാത്രമാണ് ഇവിടുന്ന് പോയത്. വരുമ്പോൾ കൊണ്ടുവന്ന മുല്ലയാണ്. രാത്രിയാണ് പോയി വന്നത്. അതുകൊണ്ട് തന്നെ അപ്പം നട്ടു കൊടുക്കാൻ നടന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. എല്ലാ ശിഖിരത്തിലും ഇതുപോലെ നിറയെ മുട്ടുകളുണ്ട്. അപ്പോൾ അതിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഭാഗവും വേണ്ടാത്ത തൂമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് നട്ടു കൊടുക്കാനായിട്ട് പോവുകയാണ്. മുട്ടുകളും ഇലകളൊന്നും ഇപ്പോൾ തൽക്കാലം കട്ട് ചെയ്ത് കൊടുക്കണില്ല. 1-2 ദിവസം കഴിയുമ്പോൾ മുട്ടുകൾ ജസ്റ്റ് ഒന്ന് വിരിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ പൂക്കളും മുട്ടുകളൊന്നും കട്ട് ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അങ്ങനെ കട്ട് ചെയ്തിട്ട് നടന്നതാണ് ശരിയായ രീതി. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ മത്തൻ എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാമെന്ന് കരുതിയിട്ട് കയ്യോടെ അതൊക്കെ അങ്ങ് കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴക്കാറൊക്കെ പോയി വെയിൽ നല്ല രീതിക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ തലേ ദിവസം മഴ പെയ്തതുകൊണ്ട് രാവിലെ കുറച്ച് നേരം നല്ല തണുപ്പുണ്ടായിരുന്നു. തലേ ദിവസവും നല്ല തണുപ്പുണ്ടായിരുന്നു, കിടക്കാനും ഉറങ്ങാനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും വിയർക്കാനും വീണ്ടും ചൂടെടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് വെയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെടികളുടെ അടുത്തേക്കൊക്കെ വന്നതാണ്. അപ്പോൾ രാവിലെ ഓൾറെഡി വെള്ളം തങ്ങി നിന്നതൊക്കെ ഈ ഒരു വെയിൽ കിട്ടിയപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് പോയി ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് മഴക്കാറൊക്കെ മാറിയിട്ട് ഇതുപോലൊരു തെളിഞ്ഞ അന്തരീക്ഷമായത്. രാവിലത്തെ ആ ഒരു മഴക്കാറ് കണ്ടപ്പോൾ ഏറെക്കുറെ എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ അടുത്ത മഴ പെയ്യുമെന്ന്. വാടി തളർന്നു നിന്നിരുന്ന കാശിത്തുമ്പയൊക്കെ ഏറെക്കുറെ ഒന്ന് തല ഉയർത്തിയിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ അങ്ങ് പോയപ്പോൾ. ഇനി എന്തായാലും കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട്. ഒരു ബുക്ക് വായിക്കാനുണ്ട്. അനന്തു ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഒരു പുതിയ ബുക്കാണ്. അപ്പോൾ അത് കുറച്ച് ഭാഗം വായിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇനി വായിച്ചൊന്ന് കംപ്ലീറ്റ് ആക്കണം. കുളിയും രാവിലത്തെ പരിപാടികളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു 11:30-12 മണി അടുപ്പിച്ചായിട്ടുണ്ട് സമയം. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയം വരെ കുറച്ചധികം ടൈം നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ബാലൻസ് കുറച്ചുകൂടെ വായിക്കാനുണ്ടായിരുന്നു. അതിരുന്ന് വായിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വന്നു. ഇതാണ് പ്രേമനഗരമാണ് വായിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കൊരു ബുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ റിട്ടേൺ കൊണ്ടുപോയി. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിയ ബുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ബുക്ക് ഇരുന്ന് വായിക്കാനായിട്ട് ഇരുന്നത്. കുറച്ചുകൂടെ വായിച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിൻ്റെ മുന്നേ അതങ്ങ് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ പിന്നെ അതിനായിട്ട് ഇരിക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒറ്റയിരിപ്പിലൊക്കെ ബുക്സ് ഇരുന്ന് വായിച്ച് തീർക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ പിന്നെ അത്രയും നേരം ഒറ്റയിരിപ്പിന് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടാണ് വായിച്ച് തീർക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഭയങ്കാവ് അമ്പലത്തിൽ ഇന്ന് വേലയായിരുന്നു. അതുകൊണ്ട് തന്നെ വരവ് കൊണ്ടുപോകുന്നതാണിത്. നമ്മുടെ ദേശത്തു നിന്ന് കൊണ്ടുപോകുന്ന വരവായതുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിലൊക്കെ ചെല്ലാൻ പറ്റാത്തവർക്ക് കാണാനായിട്ട് ഇതുവഴിയാണ് പോവുക. അങ്ങനെ ഇതാ ഈ ഒരു ഏരിയയിൽ നിന്ന് അവർ കുറച്ച് നേരം കളിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ കാണാനായിട്ട് വന്ന് നിന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട്. എത്ര നേരം ഇനി അവർ ഇതുപോലെ വേഷമൊക്കെ അണിഞ്ഞ് ഡാൻസ് കളിക്കണം. ഇനി അമ്പലത്തിൽ പോയാലും ഒത്തിരി സമയം ഇതും വെച്ചിരിക്കണ്ടേ. കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റ.